ഇന്ന് വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, വെള്ളപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു കപ്പ് കടല എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് തലേദിവസം രാത്രി ഇട്ടതാണ്. ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുത് തന്നെ മതി കേട്ടോ. ഇനി രണ്ടും വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. പിന്നെ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. ഈ കടലക്കറിയിലേക്ക് നമുക്ക് പച്ചത്തേങ്ങ അരച്ചിട്ട് ഒഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുക. തേങ്ങ അരപ്പ് കൂടെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ആയി വരും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കടല അധികം ഇടാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ച് കറി കൂടുതൽ നിൽക്കുന്ന തരത്തിൽ. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ആ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളമൊക്കെ ആക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധികം കടല ഇട്ടിട്ടല്ല, കുറച്ച് കറിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്നും ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൂമിച്ച് ഒഴിക്കണം. ഈ കറി തേങ്ങ അരച്ച് ചേർത്തതല്ലേ, അപ്പോൾ ആറും തോറും ഒന്നിങ്ങനെ കുറുകി വരികയും ചെയ്യും. അപ്പോൾ കുറച്ചൊരു കറിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് പതിപ്പിച്ചെടുക്കാനായിട്ട്. തിളച്ച് പോവേണ്ട കേട്ടോ. അപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് തുമിച്ചൊഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള തേങ്ങ ചേർത്തിട്ടുള്ള വെള്ളക്കടല കറി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.